ഇതുപോലത്തെ നല്ല ക്രീമി ഗോബി ബട്ടർ മസാലയാണ് ഇന്നത്തെ റെസിപ്പി. ചപ്പാത്തിയും പൊറോട്ടയുടെയും കൂടെ വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഇത്. ഒരു ചെറിയ കോളിഫ്ലവർ ഏകദേശം 250 ഗ്രാം ഉണ്ടാവും. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ചൂടുവെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. 10 മിനിറ്റിന് ശേഷം അത് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കാം. പിന്നെ ഈ കോളിഫ്ലവർ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല പ്രിപ്പയർ ചെയ്യണം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1.5 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കോളിഫ്ലവറിന് ഒരു നല്ല കളർ കിട്ടും. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസും ഒരുപാട് തിക്കും ആവണ്ട. കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള ഒരു മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിലും ബട്ടറും കൂടെ മിക്സ് ചെയ്യുക. ബട്ടർ മാത്രം ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കാം. അതുകൂടെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് 2 തക്കാളി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്. ഇതെല്ലാം നമുക്ക് വഴറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. തക്കാളി ചേർക്കുന്നതോട് കൂടി തന്നെ കുറച്ച് സോക്ക് ചെയ്തിരിക്കുന്ന കശുവണ്ടിയും 2 ഉണക്കമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. എരിവ് കുറച്ച് മതിയെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. മസാല ചൂടാറുമ്പോഴത്തേക്കും നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. മസാലയുടെ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. പിന്നീട് പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു ബേ ലീഫ് ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ഗ്രേവി എത്രമാത്രം വേണോ അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രേവി നന്നായിട്ട് കുറുകി ഒന്ന് വരണം. അതുവരെ നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം അവൈലബിൾ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്താലും മതി. പിന്നെ ഉലുവയുടെ ഇല, അതായത് കസൂരി മേത്തി, അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ക്രഷ് ചെയ്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഗ്രേവി നല്ല തിക്കായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് ഫ്രഷ് ക്രീമോ വെള്ളവും ചേർക്കാം. ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.